ബലാത്സംഗം ചെയ്തുവെന്നും നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയെന്നും അതിജീവിതയായ യുവതി പരാതി നൽകിയതിനു പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കണ്ടെത്താൻ കൊണ്ടുപിടിച്ച അന്വേഷണത്തിലാണ് പോലീസ് സംഘം. കേരളമാകെ വലവീശി സിസിടിവി ക്യാമറകൾ ഒന്നൊഴിയാതെ പരിശോധിച്ചിട്ടും രാഹുൽ പോയ റൂട്ട് മാപ്പ് മാത്രം പോലീസിന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. സിസിടിവി ക്യാമറകൾ ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കി തന്ത്രപരമായാണ് രാഹുൽ പാലക്കാട് വിട്ടത് എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. പോലീസിനെ അതിവിദഗ്ധമായി കബളിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുകയാണ്. പക്ഷേ രാഹുൽ ഏതു വഴിയാണ് പാലക്കാട് വിട്ടത് എന്ന റൂട്ട് ഇപ്പോഴും അജ്ഞാതമാണ്. ഓരോ ജില്ലകളിലും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചാണ് പോലീസ് രാഹുലിനായി തിരച്ചിൽ നടത്തുന്നത്. രാഹുലുമായി ബന്ധമുള്ള ആളുകളെ ചോദ്യം ചെയ്തും അന്വേഷണം നടക്കുന്നുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ രാഹുലിന്റെ സുഹൃത്തും ഗർഭനിരോധന ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയ ആളുമായ ജോബി ജോസഫിനായും അന്വേഷണം കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അതിവിദഗ്ധമായി പോലീസിനെ കബളിപ്പിച്ചായിരുന്നു രാഹുലിന്റെ യാത്ര എന്നാണ് വിവരം. പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാർ മാത്രമായി പല വഴിക്ക് സഞ്ചരിച്ചിരുന്നു. സിസിടിവി ക്യാമറകൾ ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ അനുമാനം. ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇനിയും 2 ദിവസമുണ്ട്. ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് രാഹുലിന്റെ അറസ്റ്റ് നടത്താനും പോലീസ് ശ്രമിക്കുകയാണ്. ഇതിനായാണ് ഓരോ ജില്ലയിലും പ്രത്യേകം സംഘത്തെ നിയോഗിച്ച് പരിശോധന നടത്തുന്നത്. ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴും അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഊർജിതമായി അന്വേഷിച്ച് ഒളിവിലുള്ള രാഹുലിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് അതൊരു രാഷ്ട്രീയ നേട്ടമാക്കാനും പോലീസ് ആലോചനയുണ്ട്. ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് പരിഗണിക്കുന്നത്. ഇതിനു മുന്നോടിയായി തന്നെ അറസ്റ്റ് നടന്നേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതിജീവിതയായ യുവതി നൽകിയ പരാതി അന്വേഷിക്കുന്നതിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന് കീഴിൽ പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഓരോ ജില്ലകളിലും രാഹുലിനെ കണ്ടെത്താനായി ഓരോ സംഘങ്ങളെ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നിയോഗിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാടും പത്തനംതിട്ടയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. രാഹുലിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടന്നിരുന്നു. ഇതിലൊന്നും കണ്ടെത്താനാകാതെ വന്നതോടെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷണം കേരളം മുഴുവൻ വ്യാപിപ്പിച്ച് ഓരോ ജില്ലയിലും പ്രത്യേക സംഘം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത് എന്നാണ് വിവരം. രാഹുലുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിലൂടെ രാഹുലിലേക്കും ജോബിയിലേക്കും എത്താനാകുമെന്ന് പോലീസ് കരുതുന്നു. അതിനിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന അതിജീവിതയായ യുവതിയുടെ പരാതിയിൽ 4 പേരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇതിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു. മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൽ, അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സന്ദീപ് വാര്യർ എന്നിവരും കേസിൽ പ്രതികളാണ്. ചോദ്യം ചെയ്യുന്നതിനായി ആദ്യം രാഹുൽ ഈശ്വറിനെ വിളിച്ചു വരുത്തിയ പോലീസ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. രാഹുൽ ഈശ്വറിന്റെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ മൊഴി. പിന്നീട് ഓഫീസിൽ പരിശോധനയ്ക്കിറങ്ങിയപ്പോൾ മൊബൈൽ കൈമാറുകയായിരുന്നു. ഫോൺ പരിശോധിച്ചതിൽ മൊബൈലിലെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. അഡ്വക്കേറ്റ് ദീപ ജോസഫ് 2 സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ പരാതിക്കാരിയെ അപമാനിച്ചുവെന്ന് പോലീസ് പറയുന്നു. അതിജീവിതയായ യുവതി നൽകിയ പരാതിയിൽ ഇവർ 4 പേരുടെയും URL ഐഡികളും നൽകിയിരുന്നു. ഈ പരാതിയെ തുടർന്ന് ആദ്യം രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുന്നതിനായി എയർ ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലിനു പിന്നാലെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സൈബർ ആക്രമണം വ്യാപകമായതോടെ യുവതിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുവതി രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിയതിന്റെ തെളിവ് ശേഖരിക്കാൻ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും ബാക്കപ്പ് കുറവായതിനാൽ ആ ശ്രമം പരാജയപ്പെട്ടു. പരിശോധന പൂർത്തിയാക്കി പ്രത്യേക സംഘം തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും ചെയ്തു. അവിടെ നിന്ന് രാഹുൽ അവസാനം ഫ്ളാറ്റിൽ എത്തിയതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഫസലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പരിശോധന നടത്തും. യുവതിയുടേതായി മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന കോൾ റെക്കോർഡുകളുടെ ആധികാരികത പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ. ശബ്ദ സന്ദേശങ്ങൾ പെൺകുട്ടിയുടേത് തന്നെയാണോ എന്നുറപ്പിക്കാൻ അന്വേഷണ സംഘം അവ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് കൈമാറി. കസ്റ്റഡിയിലെടുത്ത ശേഷം രാഹുലിന്റെ ശബ്ദ സാമ്പിളുകളും ഇത്തരത്തിൽ പരിശോധിക്കാനാണ് നീക്കം. വിവാഹബന്ധം ഒഴിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാനെത്തിയ രാഹുൽ സൗഹൃദം സ്ഥാപിക്കുകയും അത് പിന്നീട് പ്രണയമായതിന് പിന്നാലെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുമാണ് യുവതിയുടെ മൊഴി.
ബലാത്സംഗത്തിലൂടെ ഗർഭിണിയായ യുവതിക്ക് 3 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ജോബി ജോസഫ് മുഖാന്തരം ഗർഭനിരോധന ഗുളിക എത്തിക്കുന്നതും അശാസ്ത്രീയ മാർഗത്തിലൂടെ ഗർഭം അലസിപ്പിക്കുന്നതും. ഈ ഗർഭഛിദ്രം അപകടകരമായ രീതിയിലായിരുന്നുവെന്ന് യുവതിയെ പിന്നീട് പരിശോധിച്ച ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് നൽകിയ ഗുളികകൾ കഴിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി. തുടർന്നുള്ള രക്തസ്രാവം മൂലം യുവതി ചികിത്സ തേടിയ ഡോക്ടറിൽ നിന്നാണ് പോലീസ് മൊഴിയെടുത്തത്. ഗർഭം ധരിച്ച് പരമാവധി 7 ആഴ്ചക്കകം കഴിക്കാവുന്ന ഗുളികകളാണ് 3 മാസം ഗർഭിണിയായിരിക്കെ കഴിച്ചത്. ഡോക്ടറുടെ നിർദ്ദേശമോ സാന്നിധ്യമോ ഇല്ലാതെ ഗുളികകൾ കഴിപ്പിച്ചത് അതീവ ഗുരുതര സ്ഥിതിയിൽ എത്തിച്ചുവെന്നാണ് മൊഴി. അമിത രക്തസ്രാവം മൂലം സർക്കാർ ആശുപത്രിയിലും മാനസികമായും തകർന്ന യുവതി സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയതായാണ് വിവരം. ആശുപത്രി രേഖകൾ യുവതി പോലീസിന് കൈമാറിയിട്ടുമുണ്ട്.